ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ മസൂർ ദാൽ വെച്ചിട്ടൊരു പരിപ്പ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഓറഞ്ച് കളറിലെ മസൂർ ദാലാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. പല കളറിലുള്ളതുണ്ട്, ഓറഞ്ച്, യെല്ലോ കളറിലുള്ളതൊക്കെ നമുക്ക് കിട്ടും. ഞാനിവിടെ ഓറഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇന്ന് ഞാൻ 1 കപ്പ് പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ആദ്യമേ നമുക്ക് ഒന്ന് കഴുകി വൃത്തിയാക്കാം. ഒരു 4-5 പ്രാവശ്യം കഴുകി വേണം ഇത് വൃത്തിയാക്കാൻ. ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്തതായി നമുക്കൊരു പാൻ എടുക്കാം. അതിലേക്ക് പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഒരല്പം കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കോക്കനട്ട് ഓയിൽ കുറച്ചൊരല്പം കൂടുതൽ ഒഴിക്കുന്നതായിരിക്കും ആ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടാൻ നല്ലത്. അതിനുശേഷം എണ്ണയൊന്ന് ചൂടായി വന്നതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി നമുക്ക് ചേർക്കാം. ഇപ്പം ഞാനിവിടെ വളരെ തീരെ ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്, അത്രയും ചെറുതാക്കണ്ട. പിന്നെ ഒരല്പം ജീരകം ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും നന്നായി ഒന്ന് ചൂടാകണം, കരിഞ്ഞു പോകരുത്. വെളുത്തുള്ളി ഒരിക്കലും കരിഞ്ഞു പോകരുത്. നല്ല രീതിയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കരിഞ്ഞു പോകാത്ത രീതി നല്ലപോലെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓണിയൻ നമുക്ക് ആഡ് ചെയ്യാം. ഒരു 4-1 പീസ് ഓണിയൻ്റെ ആവശ്യമേ ഉള്ളൂ. പിന്നെ ആ ഓണിയൻ ഒന്ന് വാടി വരാനായിട്ട് ഉപ്പും ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആ പരിപ്പും ഒരല്പം വെള്ളവും കൂടെ ചേർത്ത് ഞാൻ ഈ പാനിലേക്ക് ഒഴിക്കുകയാണ്. ഈ പരിപ്പ് മുങ്ങി നിൽക്കുന്ന രീതിയിലായിരിക്കണം വെള്ളം എപ്പോഴും. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് മഞ്ഞൾ ഒരിക്കലും അധികമാകരുത്. നമുക്കതിങ്ങനെ മഞ്ഞൾ ചവയ്ക്കും. ഒരല്പം ഇട്ട് കൊടുത്താൽ മതി. കൂട്ടത്തിൽ ഒരല്പം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കും. പച്ചമുളക് അങ്ങനെ യൂസ് ചെയ്യാറില്ല, മുളക് പൊടിയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ തക്കാളിയും കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. ഇതിപ്പം വെള്ളമൊക്കെ വറ്റി നല്ലപോലെ പറ്റി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. ഈസി ആയിട്ട് രാവിലത്തേക്കോ അല്ലെങ്കിൽ രാത്രിയിലത്തേക്കൊക്കെ കഴിക്കാൻ പറ്റിയൊരു കറിയാണിത്. താങ്ക് യു ഫോർ വാച്ചിങ്.